നമസ്കാരം, ഞാൻ സുരേഷ് ഏലപ്പാറ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിന്നുകൊണ്ട് ചെയ്യാനുള്ള ആസനാസ്. നമുക്കറിയാം, യോഗാസനങ്ങൾ ചെയ്യുന്ന മുമ്പ് യമം നിയമം പാലിക്കണം. യമത്തെ സംബന്ധിച്ചും പിന്നെ നിയമത്തെ സംബന്ധിച്ചെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ആസനാസ് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ ചെയ്യണം. ലൂസിങ് എക്സർസൈസ്, ശരീരങ്ങളെല്ലാം ജോയിൻറ്റുകളാണ്. ഇതെല്ലാം ഒന്ന് വാമപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആസനാസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പിന്നെ ഹസ്ത ഉസ്ഥാനാസനം ഇന്നലെ ഞാൻ ചെയ്ത് കാണിച്ചായിരുന്നു. ശ്വാസകോശങ്ങളിലേക്ക് ഓക്സിജൻ കൂടുതൽ എത്തിക്കുന്നത് സംബന്ധിച്ച്. പിന്നിട്ട് മെഡിറ്റേഷൻ 5 മിനിറ്റ് നിങ്ങൾ നട്ടൽ നിവർന്ന് ചീൻ മുദ്രയിൽ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ശവാസനം ചെയ്യണം. ശവാസനം അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് വിശ്രമാസനം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റേഴ്സിലേക്ക് വരുന്നത്, ആസനാസ് വരുന്നത്. ഇപ്പോൾ ഇന്ന് നിന്നുകൊണ്ട് ചെയ്യാനുള്ള ആസനം, അതായത് താടാസനം. അതെങ്ങനെയാണ് ചെയ്യുന്നത് സംബന്ധിച്ച് പറഞ്ഞുതരാം. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് ശ്വാസം മൂക്കിൽ കൂടെ എടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക, കോർത്ത് പിടിച്ചുകൊണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്നും